Hi, good morning, my dear students. How are you? Okay, how was your exam? Very good. Okay. Okay, our chapter name is Triangle and its property. Okay, in the previous classes, we are also discussed the so many topics in the chapter. Okay, first one, median of triangle, altitude of triangle, exterior angle of triangle and its properties. Then angle sum properties of triangles, and again okay, these topics are also covered. Today we are going to discuss two special triangle, equilateral triangle and isosceles triangle. Okay, equilateral triangle. What do you mean by equilateral triangle? Equilateral. Okay, equilateral. Equilateral means equal. So three sides and three angles are equal is called equilateral triangle. A triangle has three sides and three angles. These three sides and three angles are equal is called equilateral triangle. Equilateral triangle. Two three equal sides and equal angles are called equilateral triangle. Okay, three sides and three angles are equal is called equilateral triangle. Then next one is isosceles triangle. What do you mean by isosceles triangle? What do you mean by isosceles triangle? Isosceles triangle means that isosceles triangle. Isosceles triangle means that any two sides are equal and their opposite angles are equal. Their opposite, the sides in opposite angles equal are called isosceles triangle. Okay, isosceles triangle means two sides and two angles are equal is called isosceles triangle. Equilateral triangle means three equal sides and three equal angles. Okay, അപ്പോൾ try this find the angle in the figure എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ അതിൽ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗറിൽ കാണിച്ചിരിക്കും കേട്ടോ ഏത് ടൈപ്പ് ആണെന്നേ. അപ്പോൾ ഈക്വൽ സൈഡ്സിനാണ് കണ്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത് കേട്ടോ മക്കളെ. ഈക്വൽ സൈഡ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈക്വൽ ടു സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്തായിരിക്കും ഇവിടെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇത്, ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇത്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും ഇവിടെ ഈക്വൽ ആയിരിക്കും. സോ എക്സ് ഇസ് ഈക്വൽ ടു 14. എക്സ് ഇസ് ഈക്വൽ ടു 14. ഓക്കെ, ദെൻ another one are equal and this angle is x and this one is 45. ഓക്കെ, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും ഇവിടെ ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇതാണ്, ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇതാണ്. ഓക്കെ, ഇത് 45 ആണെങ്കിൽ ഇത് എന്തായിരിക്കും ഇവിടെ 45 ആയിരിക്കും അല്ലേ. ഇത് രണ്ടുപേരും എന്തായിരിക്കും 45 ആയിരിക്കും. ദെൻ ട്രയാങ്കിളിൻ്റെ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? ട്രയാങ്കിളിൻ്റെ ആംഗിളുകളുടെ സം ഇസ് ഈക്വൽ ടു 190 ഡിഗ്രി. ആംഗിൾ സം ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 190 ഡിഗ്രി. സോ 45 പ്ലസ് 45 90 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180. Then x is equal to 180 minus 90 equal to answer is 90 degree. Okay, this answer is 90 degree. Okay ആണല്ലോ. അപ്പോൾ ട്രൈ ദിസിലെ ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ ആണല്ലോ. ദെൻ another one is sum of length of two sides of a triangle. Sum of length of two sides of a triangle. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ 1 2 7
ഈ 3 സൈഡുകൾ വെച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നിങ്ങളുടെ കോമ്പസ് എടുത്ത് ആദ്യം 1 സെന്റിമീറ്റർ എടുക്കണം. ഓക്കെ, ദെൻ അതിൽ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. അടുത്ത സൈഡിൽ വെച്ചുകൊണ്ട് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ അത് വരയ്ക്കാൻ പറ്റുമോ, ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരാം വരയ്ക്കാൻ പറ്റൂ ഇല്ലേ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. പക്ഷെ നിങ്ങളൊന്ന് തനിയെ വരച്ച് നോക്കണം. ഓരോ സൈഡ്സുകൾ എടുത്ത് തനിയെ ഒന്ന് വരച്ച് നോക്കണം. പക്ഷെ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ അവരുടെ സൈഡുകൾ തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട് കേട്ടോ. സം ഓഫ് ദി ലെങ്ത് ഓഫ് എനി 2 സൈഡ്, ഏതെങ്കിലും 2 സൈഡുകളുടെ സം എടുക്കുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡിന് ഗ്രേറ്റർ ആയിരിക്കണം. ഇപ്പോൾ 1, 2, 7 എടുക്കാൻ പറഞ്ഞു. ഈ 2 സൈഡുകളുടെ സം എടുക്കുന്നു ടീച്ചർ. 1 + 2 3 ആണ്. ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്, നമ്മൾ എടുക്കാത്ത സൈഡിനെക്കാട്ടി വലുതായിരിക്കണം കിട്ടണം. വലുത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയേ 5, 4, 7 ഇതാണെങ്കിലോ 5ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 9. 5 + 4 = 9. അതെന്താണ്? ഗ്രേറ്റർ ദാൻ 7 ആണ് അല്ലേ? 7നെക്കാട്ടിയും ഗ്രേറ്റർ ആണ്. ദെൻ 4 + 7 എത്രയാ? 11. 11 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5, തേർഡ് സൈഡിനെക്കാട്ടിയും വലുതായിരിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. 2 സൈഡുകൾ എടുത്ത് സം ചെയ്യുമ്പോൾ അത് മൂന്നാമത്തെ സൈഡിനെക്കാട്ടി ഗ്രേറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എടുത്ത നമ്പറുകൾ എടുക്കുമ്പോൾ 2 നമ്പറുകളുടെ സം എടുക്കുമ്പോൾ 2 സൈഡ്സിന് സം എടുക്കുമ്പോൾ തേർഡ് സൈഡിനെക്കാട്ടി ഗ്രേറ്റർ വരത്തില്ല. ഗ്രേറ്റർ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. The sum of the length of 2 sides of a triangle is greater than the third side. Sum of the triangles of 2 sides of a triangle is greater than the third side. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഓർമ്മിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ട്രയാങ്കിളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒരു ട്രയാങ്കിളിൽ 3 ആംഗിളുകളുണ്ട്, 3 സൈഡ്സ് ഉണ്ട്. 3 ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദെൻ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്കെയിലൻ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ പഠിച്ചു. ദെൻ ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും 2 സൈഡുകളുടെ സം എടുക്കുമ്പോൾ അത് തേർഡ് സൈഡിനെക്കാട്ടി ഗ്രേറ്റർ വന്നാൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ പറയുന്നു. ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ പറയുന്നു. അപ്പോൾ AB എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും കൂടെ ആഡ് ചെയ്താൽ കിട്ടേണ്ടത് ആരെക്കാട്ടി, ഇത് ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് സൈഡായ AC-യെ കാട്ടി എന്തായിരിക്കണം, വലുതായിരിക്കണം. അല്ലെങ്കിൽ ABയും AC-യും കൂടെ ആഡ് ചെയ്യുന്നത് BC-യെ കാട്ടിയും വലുതായിരിക്കണം. അല്ലെങ്കിൽ AC-യും BC-യും ആഡ് ചെയ്യുന്നത് AB-നെ കാട്ടി എന്തായിരിക്കണം, വലുതായിരിക്കണം. ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി 2-3 ട്രയാങ്കിൾസ് നിങ്ങൾ തനിയെ വരച്ചു നോക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈഡുകൾ എടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ടീച്ചർ പറഞ്ഞു 2, 2, 4, 9 എടുത്ത് നോക്കുക. അത് വെച്ച് വരയ്ക്കാൻ പറ്റുമോ നോക്കുക. പിന്നെ 6, 7, 8 എടുത്ത് വെച്ച് വരയ്ക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ച് 3 ടൈപ്പ് ട്രയാങ്കിൾ എടുത്ത് വെച്ച് നിങ്ങൾ വരച്ചു നോക്കുക. ഇപ്പോൾ ലെങ്ത് ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്, എങ്കിൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലിയർ ആവും. ഓക്കെ, ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്യണേ മക്കളെ. ഓക്കെ, ഓക്കെ, ഇതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് 1 പേജ് നമ്പർ 129 എക്സാമ്പിൾ 3 കൊടുത്തിട്ടുണ്ട്. ഈസ് ദെയർ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ഓഫ് ദി ലെങ്ത് ആർ, ലെങ്തുകൾ തന്നിട്ടുണ്ട്. സൈഡ്സ് ഓഫ് ദി ലെങ്ത് ആർ 10.2 സെൻറ്റിമീറ്റർ, നെക്സ്റ്റ് 5.8 സെൻറ്റിമീറ്റർ, അനദർ വൺ 4.5 സെൻറ്റിമീറ്റർ. 3 സൈഡ്സുകൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഏതെങ്കിലും 2 സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ അത് മൂന്നാമത്തെ സൈഡിനെക്കാട്ടി ഗ്രേറ്റർ കിട്ടണം. ഓക്കെ, 10 ആണ്, റിമൈൻഡർ 1, 6 ആണ്, 1. ഓക്കെ, 16 അത് ഗ്രേറ്റർ ദാൻ 4.5 തന്നെ. അടുത്തത് നമ്മൾ 5.8ഉം
4.5 ആഡ് ചെയ്യുന്നു. ഓക്കെ, 5 + 8 13, റിമൈൻഡർ 1 പോയിന്റ് കൊടുത്തു. 5 + 1 6, 6 + 4 10, 10.3 ആണ് വന്നേക്കുന്നത്. അതെന്തായാലും ആരെക്കാട്ടി ഗ്രേറ്റർ തന്നെ 10.2നെ കാട്ടി എന്ത് തന്നെയാണ്, ഗ്രേറ്റർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഇനി ഏതൊക്കെ സൈഡുകളാണ് എടുക്കാനുള്ളത്? 10.2ഉം 4.5ഉം = 7, 4, 1. അപ്പോൾ 14.7 എന്തായാലും ഗ്രേറ്റർ ആയിരിക്കും 5.8നെ കാട്ടി. അപ്പം നമ്മൾ ചെയ്ത രീതികൾ എഴുതാം. 10.2 + 5.8 ഗ്രേറ്റർ ആയിരുന്നു 4.5നെ കാട്ടി. നെക്സ്റ്റ് നമ്മൾ ഏതാണ് എടുത്ത? 5.8 + 4.5 ഗ്രേറ്റർ ആയിരുന്നു 10.2നെ കാട്ടി. അനദർ വൺ 10.2 + 4.5 ഗ്രേറ്റർ ആയിരുന്നു 5.8നെ കാട്ടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഗ്രേറ്റർ ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇത് 3 വെച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആഡ് ചെയ്ത് നോക്കിയാൽ മതി. തേർഡ് സൈഡിനെ കാട്ടി ഗ്രേറ്റർ ആണോ വരുന്നതെന്ന് ആഡ് ചെയ്ത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എക്സസൈസ് 6.4 കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കാം. നെക്സ്റ്റ് ഇതാ ലെങ്ത് എക്സാമ്പിൾ 4ഉം കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി 2 സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആർ 6, 8. Between which 2 numbers can length of the third side fall എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? 8ഉം 6ഉം ആണ് നമ്മളെ കയ്യിൽ തന്നേക്കുന്നത്. അല്ലാതെ 8ഉം 6ഉം ആണ്. അപ്പം 8 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. 14 എന്തായാലും 14നെ കാട്ടി ചെറിയ നമ്പറെ തേർഡ് സൈഡായിട്ട് വരാവൂ അല്ലേ? 14നെ കാട്ടി ചെറിയ നമ്പറെ എവിടെ വരാവൂ? തേർഡ് സൈഡിൽ വരാൻ പാടുള്ളൂ. അതുപോലെ ദ സൈഡ് കനോട്ട് ബി ലെസ് ദാൻ ദ ഡിഫറൻസ് ഓഫ് 2 sides. Thus the third side has to be more than, കൂടുതൽ വരണം. പിന്നെ അതുപോലെ തന്നെ 8ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ 2നെ കാട്ടിയും വലുതേ വരാവൂ. അപ്പോൾ 14നും 2നും ബിറ്റ്വീൻ ആയിട്ട്, അല്ലെങ്കിൽ 2നും 14നും ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന നമ്പറുകളെ നമുക്ക് തേർഡ് സൈഡായിട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾ ഡിഫറൻസ് എടുത്തും കൂടെ നോക്കണം കേട്ടോ. 10.2 എടുത്തു, അതിൽ നിന്ന് 5.8 സബ്ട്രാക്ട് ചെയ്തേ. അപ്പോൾ ഇവിടെ എത്രയാവും? 9 ആവും അല്ലേ? ഇവിടെ 12 ആവും. ഈ 12ൽ നിന്നും 8 പോയാൽ 4 ആണ്. ഓക്കെ, ദെൻ 9ൽ നിന്ന് 5 പോയാൽ 4 ആണ്. കണ്ടോ? 4.4 അതിനെക്കാട്ടി വലുത് മാത്രമേ തേർഡ് സൈഡ് വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോഴും അതിനെക്കാട്ടിയും വലുതേ തേർഡ് വരാവൂ. ആ കാര്യം കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. 2 സൈഡുകളുടെ സം എടുക്കുമ്പോൾ അത് ഗ്രേറ്റർ ആയിരിക്കണം തേർഡ് സൈഡിനെക്കാട്ടി. അതുപോലെ തന്നെ 2 സൈഡ്സിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ആ ഡിഫറൻസ് കിട്ടുന്ന ആൻസറിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കണം തേർഡ് സൈഡ്. ആഡ് ചെയ്യുമ്പോൾ ഈ ആഡ് ചെയ്യുന്ന സാധനമായിരിക്കണം വലുത്, മൂന്നാമത്തെ സൈഡ് ചെറുതായിരിക്കണം. സബ്ട്രാക്ട് ചെയ്യുന്ന ആളായിരിക്കണം ചെറുത്, മൂന്നാമത്തെ സൈഡ് വലുതായിരിക്കണം. ആ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ എക്സസൈസ് 6.4 ഒന്ന് പഠിച്ചു വെച്ചേക്കണേ മക്കളെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കവറാവും. എന്തെന്ന് വെച്ചാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കാര്യം. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ അന്ന് സ്കൂളിൽ വെച്ചൊക്കെ നമ്മൾ നല്ലതുപോലെ പഠിച്ചതാണ്. വീണ്ടും നമ്മളുടെ സാഹചര്യം ഓൺലൈനിലാക്കി മാറ്റിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. സ്കൂളിൽ വന്ന അതേ ഇൻട്രസ്റ്റോട് കൂടി തന്നെ പഠിക്കണേ മക്കളെ. ഓക്കെ, ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കാര്യമാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സ്കൂളിലായിരുന്നു നമുക്ക് ഓരോരുത്തരടുത്ത് ചോദിക്കാമായിരുന്നു അല്ലേ? റൈറ്റ് ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? റൈറ്റ് ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഒരു ആംഗിൾ എന്തായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? മറന്നു പോകരുത്. ഒരു ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോടെന്യൂസ്. എന്താണ്? ഹൈപ്പോടെന്യൂസ്. ഹൈപ്പോടെന്യൂസ് എന്താണ്? ഹൈപ്പോടെന്യൂസ്. 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോടെന്യൂസ്. 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ്. ഒരിക്കലും മറക്കരുത്. എവിടെ 90 ഉണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോടെന്യൂസ് ആയിരിക്കും. ഇതെന്തായിരിക്കും?
ബേസ്. ഇതെന്താണ്? ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ബേസ്, ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഒരു പൈതഗോറസ് തിയറം ഉണ്ട് കേട്ടോ. പൈതഗോറിയൻ തിയറം നിങ്ങൾ മറന്നു പോകരുത് മക്കളെ, കുഞ്ഞിലേ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിനി എന്നൊക്കെ പഠിക്കാൻ പോകുന്നോ അന്നൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് പൈതഗോറസ് എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച കാര്യമാണ്. ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇപ്പൊ ടീച്ചർ HY എന്നേ ഇടുന്നുള്ളൂ കേട്ടോ മക്കളെ. ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഫോമുല പഠിച്ചു വെക്കണേ. ബേസ് സ്ക്വയർ കണ്ടുപിടിക്കാനാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് അല്ലേ വലുത്, ആ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് സബ്ട്രാക്ട് ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ബേസ് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഈ കാര്യം ഒരു നോട്ട്ബുക്കിൽ നമ്മളെ നോട്ട്ബുക്കിൽ കറക്റ്റ് എഴുതി നിങ്ങൾ വെക്കുക, ഒരു ബോക്സിൻ്റെ അകത്താക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ആണ് വലുത്, അപ്പോൾ അതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇല്ലാത്താണ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് ബേസ് സ്ക്വയർ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇനി അവർ പറഞ്ഞേക്കും ഓരോ ഇനിയിപ്പോൾ ബേസ് ആണോ അങ്ങനെയൊന്നും പറയില്ല. ഈ കാര്യം ഓർത്ത് വെച്ചേക്കും കേട്ടോ. അതിനുശേഷം ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, നമ്മൾ അതനുസരിച്ച് കണ്ടുപിടിക്കണം കേട്ടോ. ഡിറ്റർമിൻ വെദർ ദ ട്രയാങ്കിൾ ഹൂസ് ലെങ്ത് ഓഫ് ദി സൈഡ്സ് ആർ 3 cm, 4 cm, 5 cm, 5 cm. Okay, 5 cm is right angle triangle. Is right angle triangle. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സ്മാളസ്റ്റ് സൈഡുകളുടെ സ്ക്വയറുകൾ ആഡ് ചെയ്യുമ്പോൾ ലാർജസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ നമ്പർ 3. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 × 3. 3ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 9 അല്ലേ? 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അടുത്ത ആളുടെ സ്ക്വയർ എടുക്കുന്നു. 4ൻ്റെ സ്ക്വയർ 4 × 4 ആണ്. 4 × 4 എത്രയാ? 16 ആണ്. അടുത്ത ആളുടെ സ്ക്വയർ എടുക്കുന്നു. 5 × 5 ആണ്. 5 × 5 എത്രയാ? 25. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഇവിടെ ആരാണ്? 25 ആണ്. നോക്കാം നമുക്ക് 9ഉം 16ഉം കൂടെ ആഡ് ചെയ്തേ. 9 + 16 25 അല്ലേ? 25 തന്നെ കിട്ടിയല്ലോ ഇവിടെ. അപ്പോൾ നമുക്കിവിടെ എഴുതി വെക്കാം 3² + 4² = 5² ആണെന്ന് തെളിയിച്ചു. ഇങ്ങനെ വന്നാൽ ഇതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നതാ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ഫിഗർ വരച്ചിട്ടുണ്ട്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 cm ആണ്. 12 cm ആണ്. A B C ഇത് 5 cm ആണ്. ഇത് നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? AB ആണ്. അതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? AB² കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? AC² + BC² ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ AC എന്ന് പറയുന്നത് 5 cm ആണ്. അപ്പോൾ AC² ആകുമ്പോഴോ മക്കളെ 5² ആണ് അല്ലേ? 5² എന്ന് പറയുന്നത് 5 × 5 എത്രയാണ്? 25. അടുത്തത് BC² നമ്മൾ കണ്ടുപിടിക്കണം. BC എന്ന് പറയുന്നത് 12 ആണ്. 12ൻ്റെ സ്ക്വയർ 12 × 12 അത് എത്രയാണ്? 144. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്കറിയാം AB² ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ 25 + 14 ചെയ്താൽ മതി. 44 ചെയ്യുമ്പോൾ 169 കിട്ടുക. എത്ര കിട്ടുക? 169. 169 ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് അറിയാമോ? 169 എന്ന് പറയുന്നത് 13ൻ്റെ സ്ക്വയർ ആണ്. 169 എന്ന് പറയുന്നത് എത്രയാണ്? 13ൻ്റെ സ്ക്വയർ. അപ്പോൾ AB² എന്ന് പറയുന്നത് 30². അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ ആണല്ലോ?
ഇത്ര മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എക്സസൈസ് 6.5 നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഗൂഗിൾ മീറ്റ് ക്ലാസ് ടീച്ചറിന് നടത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. കാര്യം നമുക്ക് സ്കൂളിൽ പേപ്പർ കളക്ട് ചെയ്യാൻ പോകണം. തിരിച്ചെപ്പോൾ വരത്തുന്ന അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ തനിയെ പഠിച്ചു നോക്കാം. ഇനി നിങ്ങൾ ക്ലാസ് ഉണ്ടല്ലോ, അന്ന് ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടേ പോകത്തുള്ളൂ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു 25 വരെയുള്ള സ്ക്വയേഴ്സ് പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. 25 വരെയുള്ള സ്ക്വയേഴ്സ് പഠിച്ചു വെക്കണം. അതായത് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4, 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9, 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 16, 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 25, 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 36, 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. ഇങ്ങനെയുള്ള 25 വരെയുള്ള 25ൻ്റെ സ്ക്വയർ വരെ നമ്മൾ പഠിക്കുന്നത്. 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ് കേട്ടോ. അതുവരെ നിങ്ങൾ നമ്മൾ നോട്ടിൽ എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സും ചാപ്റ്ററും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. നിങ്ങൾ വിഷമിക്കണം. ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. ഇന്ന് ചിലപ്പോൾ ലേറ്റ് ആവുന്നുണ്ട്, അറിയാൻ പറ്റത്തില്ല ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ഇല്ലയെന്നേ. ടീച്ചർ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ